ആവാം. ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഏറെ ദുഃഖകരമായ ഒരു വാഹനാപകടം നടന്നു. ഒരു ലോറി ഒരു ക്വാറിയിലേക്ക് വീണ് ഒരാളുടെ ജീവൻ നഷ്ടമായ സംഭവം. ഇതിനെ ഇടയാക്കിയത് ബ്രേക്ക് നഷ്ടമായ ലോറി മരങ്ങൾക്കിടയിൽ ഇടിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു. ഇങ്ങനെയാണ് ഈ യാദവനാട്ടെ അപകടത്തിന് കാരണമായത്. റോഡിന് 50 മീറ്റർ അകലെയുള്ള ക്വാറിയിലേക്ക് ലോറി കൂപ്പുകുത്തി വീഴുകയായിരുന്നു. ജനവാസം കുറഞ്ഞ മേഖലയിലുണ്ടായ അപകടം തൊട്ടടുത്തുള്ള വീട്ടുകാർ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞതുപോലും. റോഡരികിൽ സുരക്ഷാ മുൻകരുതൽ ബോർഡുകളും ബാരിയറുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ഇതോടുകൂടി ഒന്നുകൂടി ശക്തമാവുകയാണ്. അപകട സ്ഥലത്ത് നിന്നും CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം ലോറി അപകടത്തിൽപ്പെട്ട ആദവനാട് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന മേഖല സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗം എന്നാണ് പറയുക. ഒരു 3 കൂടിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് കാർത്തല ഭാഗത്തു നിന്ന് വരുന്ന റോഡാണിത്. ഈ റോഡിലൂടെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി കുതിച്ചു പാഞ്ഞ് വന്നത്. ഈ റോഡിൻ്റെ വലതുവശത്ത് തന്നെ ഒരു ഉപയോഗശൂന്യമായ ക്വാറി നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ ഒരു ക്വാറിയിലേക്ക് വീഴേണ്ട എന്ന് വിചാരിച്ച് ഡ്രൈവർ വാഹനം ഇടത്തോട്ട് വിട്ടിച്ചതാകാം. അങ്ങനെ ഈ റോഡിലൂടെ കുതിച്ചു പാഞ്ഞു വന്ന ലോറി നേരെ ഇവിടേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ നിയന്ത്രണം നഷ്ടമായതുകൊണ്ടാകാം ലോറി പിന്നെയും ഇടത്തോട്ട് നീങ്ങി ക്വാറിയിലേക്ക് പോയത്. നേരെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മരങ്ങളിലൊക്കെ തട്ടി നിന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നിയന്ത്രണം തെറ്റിയ ലോറി നേരെ ഇവിടെ ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 30 മീറ്ററിലധികം 50 മീറ്ററോളം ദൂരെയാണ് ഈ ഒരു ഒഴിഞ്ഞ ക്വാറിയുള്ളത്, പാറമടയുള്ളത്. ഈ ഒരു പാറമടയിലേക്ക് ലോറി നേരെ മൂക്കുകുത്തി വീഴുകയായിരുന്നു. ഏകദേശം 90കളിലൊക്കെ പ്രവർത്തനം അവസാനിപ്പിച്ച പാറമടയാണിത്. 70 അടിയിലേറെ ആഴമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്രയും ആഴത്തിലേക്കാണ് ഈ ലോറി വീണത്. നമുക്ക് ഈ ക്വാറിയിലെ വെള്ളത്തിൽ കാണാം ലോറിയിലെ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ ചിതറിക്കിടക്കുന്നത് കാണാം. ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു ഈ ലോറി പുറത്തെടുക്കാൻ വേണ്ടി വന്നത്. എന്നാൽ ഈ അപകടത്തെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത് ഇപ്രകാരമാണ്. പ്രതീക്ഷിക്കാത്ത അപകടമാണ്. കാരണം വെച്ചാൽ അവിടുന്ന് ഇറക്കിറങ്ങി വരുമ്പോൾ യാദൃശ്ചികമായിട്ട് വന്ന അപകടമാണിത്. ബ്രേക്ക് പോയി എന്നാണ് വണ്ടിയുടെ പറഞ്ഞേക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ സുരക്ഷിതത നോക്കി താഴത്തേക്ക് ഇറക്കിയതിൽ വണ്ടി ചിലപ്പോൾ കുത്തിത്തിരിഞ്ഞ് ചാടിയതാവാനാണ് സാധ്യത. ഈ ഒരു ക്വാറിയിൽ മുമ്പ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ മുന്നേ ഒരു ഓർമ്മയിൽ പറഞ്ഞേക്കണ്ട ഒരു വണ്ടി പോയത് അതാ കോറിയില പോയത് അപ്പുറത്തെ പോയത്. ഇത് ആർക്കും അറിയപ്പെട്ടില്ല. ഇതിപ്പോ ഇപ്പോഴാണ് ഇതൊക്കെ ചിലർ അറിയുന്ന ഈ കോറി ഇവിടെ ഉണ്ടെന്ന്. കാരണം ഇതൊക്കെ കാട് കെട്ടി കിടക്കാണ്. അപ്പൊ ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ ആയിരിക്കും സാധാരണ വാഹനങ്ങൾ വരാൻ ഒരു സാധ്യത ഇല്ല. ഇത് പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന ഇറക്കത്തിൽ നിന്ന് വരുമ്പോൾ ബ്രേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുമാനത്തിൽ വരുന്ന കാരണം. അത് കാരണമാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ട് വണ്ടി വരലില്ല. ഇവിടെ പണ്ടൊരു നിസ്സാന്തമാര് തന്നെ വന്നിട്ട് അത് അങ്ങോട്ടാ ചാടിയത്, അപ്പുറത്തേക്ക് ചാടി. അത് വലിയ ചെറിയ പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടു. ഇങ്ങോട്ടെത്തില്ല, അത് നേരെ ആ ചാലിക്കാ പോയത്. ആ ചാലിനോട് ചാടിയിട്ട് അങ്ങോട്ടാ വന്നത്. അത് കാരണം ചെറിയ പരിക്കല്ല, അത്യാവശ്യം നല്ല പരിക്കുണ്ടായിരുന്നു. അത് ഇതേമാതിരി തന്നെ ജീവൻ തിരിച്ചു കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ബൈ ചാൻസ് വന്നൊരു സംഭവമാണ്. ആർക്കും ഒന്നും പറയാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വന്തം കൂടി കിടക്കണോണ്ട് കാട് പിടിച്ച് കിടക്കണോണ്ട് ശ്രദ്ധയിൽപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നതെന്നുള്ളതാണ്. ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രയത്നത്തിനൊടുവിലാണ് ഈ ലോറി പുറത്തേക്ക് എത്തിച്ചത്. അത് ക്രെയിൻ ഉപയോഗിച്ച് 8 മണിക്കൂറുകളിലെ ഏറെ സമയമെടുത്താണ് ലോറി പുറത്തെടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഈ ക്ലീനറെ മുസ്തഫയെ പുറത്തിറക്കാൻ സാധിച്ചത്. ഇയാൾ അതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വലിയൊരു വേദന തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഈ റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് ഈ ഒരു ക്വാറിയിൽ. ഇവിടെ ഈ റോഡിൻ്റെ വശത്താണെങ്കിലും ഈ ക്വാറിയിലേക്ക് ഇതുവരെ അപകടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടില്ല. പക്ഷേ ഇവിടെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടികളാണ്. അതായത് ഈ റോഡിന് ആക്സിഡൻറ്റ് സംഭവിച്ച് വാഹനങ്ങൾ ഇവിടേക്ക് വരാതിരിക്കാനുള്ള ഒരു ബാരിയർ, അതേപോലെ സൂചനാ ബോർഡുകൾ, അതേപോലെ ക്വാറികളുണ്ട് എന്നത് കാണിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ മുൻകരുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അതൊരു 70-80 അടി ഒക്കെ ആയം തന്നെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആഴമുള്ള കോറിയാണ്. ആഴമുള്ള എത്ര വർഷം മുമ്പ് അത് അവസാനിപ്പിച്ച് പ്രവർത്തനമെന്നറിയോ? 30 മീതെ നിർത്തിയിട്ടുണ്ടാവും. നിർത്തിയിട്ട് വെച്ച് പോയിട്ട് പോലെ നിങ്ങൾ പറഞ്ഞ അടിയിൽ റോഡൊക്കെ ഉണ്ടെന്ന് അല്ലേ? അത് കല്ലെടുക്കാനുള്ള റോഡ് അടി വരെ പോവാം.
പിന്നെ വെച്ചാല് പിന്നെ കയറാൻ പറ്റാതാവുമ്പോഴാണ് നിർത്തുന്നത്. പിന്നെ വെള്ളമൊക്കെ ആവും, വർഷത്തിൽ വെള്ളമായ പിന്നെ പറ്റാതാകുമ്പോൾ ആണ് നിർത്തി വെച്ച് പോയതാണ്. ഇതിൽ വെള്ളം വറ്റലില്ല. അത്ര ആഴത്തിലാണ്. ഒരു പ്രാവശ്യം ഒരു മീനൊക്കെ വളർത്തിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വറ്റിച്ചു നോക്കി, എന്നിട്ടും പറ്റിയിട്ടില്ല. എന്നാണെങ്കിലും ഇനിയൊരു അപകടം ഇവിടെ ഉണ്ടാകരുത്. അതിന് എന്താണോ വേണ്ട സംവിധാനം അത് അധികൃതർ ഒരുക്കണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. എന്നാണെങ്കിലും ദൗർഭാഗ്യവശാൽ സംഭവിച്ച ഒരു അപകടം, അതിൽ നഷ്ടമായത് ഒരു ജീവനാണ്. അതുകൊണ്ട് ഇനിയൊരിക്കലും ഒരു ജീവനും പൊലിയുന്ന സാഹചര്യം ഈ ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടാകരുതെന്ന ആവശ്യമാണ് ആദവനാട് നിന്നും ഉയരുന്നത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.